നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത് ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്ന് ദൈവിക പ്രവൃത്തികളെ കർത്താവിന് നമ്മളോട് വെളിപ്പെടുത്തുവാൻ കഴിയും. ശമരുടെ പ്രാന്തപ്രദേശങ്ങളിൽ ശക്തിമേറിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാ ഫിലിപ്പോസിനോട് പറയുന്നത്. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ, എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതൊന്നും മനസ്സിലാക്കാതെ താൻ ആ വാക്ക് അനുസരിച്ചപ്പോൾ ആ ഗസയുടെ നിർജ്ജന പ്രദേശത്താണ് എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായിരിക്കുന്ന ഷണനെ സ്നാനപ്പെടുത്തുവാനിടയാക്കിയത്. പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മാനുഷികമായ ചിന്തയിൽ നമ്മൾ നോക്കിയാൽ അതിനകത്ത് എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പക്ഷേ മനസ്സിലായെന്ന് വരത്തില്ല. എന്നാൽ കേട്ടത് ദൈവിക ശബ്ദമാണെന്ന ബോധ്യത്തോടെ നമ്മൾ ആ ദൈവിക ശബ്ദത്തെ അനുസരിക്കാൻ തയ്യാറായാൽ, നമ്മൾ നിൽക്കുന്ന കംഫർട്ട് സോണുകളിൽ നിന്ന് മാറാൻ തയ്യാറായാൽ, ഒരു പക്ഷേ നമ്മൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭിക്കാത്ത, നമുക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ പ്രവൃത്തികളെ, വീര്യപ്രവൃത്തികളെ ദൈവത്തിന് നമ്മുടെ കയ്യിലൂടെ ചെയ്യിപ്പിക്കാൻ കഴിയും. കർത്താവിന് ചിലതിനെ നമ്മുടെ കരത്തിൽ തരുവാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എത്രയൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഒരു ദൈവശബ്ദം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ, കർത്താവ് പറഞ്ഞ നിയോഗത്തിൽ നമ്മൾ ചലിക്കാൻ തയ്യാറായാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ പ്രവൃത്തികളെ ആ നിർജ്ജന പ്രദേശത്തിന് ദൈവത്തിന് നമ്മളോട് ചെയ്യാൻ കഴിയും. അനുസരിക്കുക. കർത്താവ് സഹായിക്കട്ടെ.